സംഭവവിവരണം 4.5 സംഘം, ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ്, 4.5 ഗ്യാങ് എന്നും ഇതിനെ ഹാഷ്ടാഗൊക്കെ ഇട്ട ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം എന്ത് വേണമെങ്കിലും പറയാം. കൃഷാന്ത് എഴുതി സംവിധാനം ചെയ്ത സീരീസാണിത്. കൃഷാന്ത് എല്ലാവർക്കും സുപരിചിതനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആവാസവ്യൂഹം ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ അതുപോലെ തന്നെ പുരുഷപ്രേതം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ് പുരുഷപ്രേതം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഭയങ്കര പക്ക എൻ്റർടൈനറായിട്ട് തോന്നിയ സിനിമയാണ് അത്. പിന്നെ അവസാനം ഇറങ്ങിയ സംഘർഷഘടന മാത്രമാണ് ഒന്ന് കയ്യിൽ നിന്ന് പോയതായിട്ട് എനിക്ക് തോന്നിയത്. അതെനിക്ക് തീരെ വർക്കായതല്ല. ഞാൻ ഒരു ഫെസ്റ്റിന് കണ്ടതാണ്, എനിക്ക് ഒട്ടും വർക്കായതല്ല. അത് കഴിഞ്ഞ് തിയേറ്ററിൽ 10-20 തിയേറ്ററിൽ എന്താ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയായിരുന്നു. അതൊന്നും ശ്രദ്ധ കിട്ടാഞ്ഞ പടമാണത്. അതുമാത്രമാണ് പുള്ളിയുടെ ഒന്ന് പാളിയത് പടം. ഇപ്പോൾ അതേ മമ്മൂട്ടിയായിട്ട് മോഹൻലാലുമായിട്ടൊക്കെ പ്ലാനിങ് ഉണ്ട് സിനിമയ്ക്ക്. പുള്ളി ഒരു ടാലൻറ്റഡ് ആൾ തന്നെയാണെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് ഇരിക്കാതെ ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഈ സീരീസ് ഇറങ്ങുന്നത്. ഇത് ഞാൻ ഇത്രയും ഡിലേ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കാണാൻ, ഇത് പ്രോപ്പർ ഒരു വെബ് സീരീസ് പോലെയാണ്. ഇപ്പം മലയാളത്തിൽ വന്ന ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് ഉൾപ്പെടെ ഉള്ളതൊക്കെ ഒരു പ്രോപ്പർ വെബ് സീരീസ് ആണെന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം ഒരു അരമണിക്കൂറായിരിക്കും ഒരു എപ്പിസോഡുള്ളത്. 25 മിനിറ്റ് അരമണിക്കൂറൊക്കെ ആയിരിക്കും. അങ്ങനെ 6 എപ്പിസോഡ്, മാക്സിമം 8 എപ്പിസോഡൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ കൂടിപ്പോയാൽ ഒരു സിനിമ അല്ല ഒരു വലിയ സിനിമ ആണെന്ന് ഇപ്പോൾ ആനിമലൊക്കെ കാണുന്ന ഒരു 3.5 മണിക്കൂർ അത്ര നേരത്തിലൊക്കെ ഒറ്റ സിനിമ അത്ര ഒരു ലോങ് സിനിമ ആണെന്ന് നേരത്തെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. പക്ഷേ ഇത് 1 മണിക്കൂർ പ്ലസ് ആണ് ഓരോ എപ്പിസോഡ്. അങ്ങനെ 6 എപ്പിസോഡ്, മൊത്തം 6 എപ്പിസോഡുണ്ട്. 6 മണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കാണാൻ ഇങ്ങനെ ലേറ്റാക്കി ഇങ്ങനെ ഡിലേ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. സംഭവം ഇതിൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ തംബ്നെയിൽ കണ്ടാൽ അറിയാം. ഞാനല്ലാതെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ആരെയും പറ്റിക്കുന്നില്ല. ഞാൻ ആ ഒരു പരിപാടി ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയുള്ളൂ. ഇതിനു മുമ്പ് ഒറ്റ പടത്തിന് മാത്രമേ ഞാനിത് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ആ ഒരു സ്കീം നോക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോഴും പലർക്കും അറിയത്തില്ല. കാരണം ഇപ്പോൾ ഹോട്ട്സ്റ്റാർ പോലൊന്നും ഇവർ മാർക്കറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഈ കൃഷാന്തിൻ്റെ വർക്ക് ഇഷ്ടപ്പെടുന്നവരും സിനിമ ഇഷ്ടമുള്ളവരും ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കര റെസ്പോൺസാണ് പറയുന്നത്. അതാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടു. അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്തൊരു വീഡിയോയിൽ റിവ്യൂ എന്ന് പറഞ്ഞ് തന്നെ ഇടാം. കാരണം ഇത് 1 മണിക്കൂർ അല്ല 1.25 മണിക്കൂറുള്ള 6 എപ്പിസോഡാണ്. അപ്പോൾ ഓരോ എപ്പിസോഡിനും ഓരോ വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു. കാരണം ഇച്ചിരി കൂടെ സമയം എടുക്കുമായിരിക്കും, ഇനി ഒരാഴ്ചയും കൂടെ എടുക്കുമായിരിക്കും ഇത് കണ്ടു തീർക്കാൻ. അതുകൊണ്ട് പക്ഷേ ഒരു പൊതുവെ അഭിപ്രായമാണെങ്കിൽ ഒരു ജനറൽ ഒപ്പീനിയൻ വൻ റെസ്പോൺസാണ്, ഭയങ്കര പോസിറ്റീവാണ്. കൃഷാന്തിൻ്റെ പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് മറ്റേ പുരുഷപ്രേതത്തെക്കാളും ഒക്കെ മുകളിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റിയുള്ളത് ഞാൻ പറയാം. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അത്ഭുതം വന്നു. അപ്പം ടു ബി ഓണസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് ആ ഒരു ഇതില്ല. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഈ പുരുഷപ്രേത ആവാസവ്യൂഹത്തെക്കാളും മേളിൽ നിൽക്കുന്ന ഇതില്ല. പക്ഷേ എല്ലാവരും അതാണ് മൊത്തത്തിൽ, ഇത് സീരീസ് അല്ലേ, അപ്പം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ലെവൽ റിവ്യൂ ആണ് എല്ലാവരും വരുന്നത്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അങ്ങനെ പ്രധാനമായിട്ട് റിവ്യൂ ഇടുന്ന ആരും ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഡ്യൂറേഷൻ എല്ലാവർക്കും ഒരു വിഷയമാണ്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ പക്ഷേ നിങ്ങളിപ്പം ഈ ഒരു സീരീസ് അറിഞ്ഞിട്ടില്ല, മലയാളത്തിലെ എല്ലാ സീരീസും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സീരീസും ക്യാച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വൻ പോസിറ്റീവ് റെസ്പോൺസോടാണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതാണ് ഇതിനെപ്പറ്റിയുള്ള പൊതുവെ അഭിപ്രായം. ഇത് എല്ലായിടത്തും ഒരേ അഭിപ്രായമാണ്. പക്ഷേ യൂട്യൂബിൽ അധികം ആൾക്കാർ കണ്ടിട്ടില്ല. ട്വിറ്ററിലാണ്. നിങ്ങൾ ട്വിറ്റർ ജസ്റ്റ് ഇതിൻ്റെ ഹാഷ്ടാഗ് ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ് അല്ലെങ്കിൽ സംഭവവിവരണം 4.5 സംഘം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാം. ഒരൊറ്റ നെഗറ്റീവ് പോലും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. എല്ലാം പോസിറ്റീവായിരുന്നു. അപ്പം ഈ മോഹൻലാൽ ഫാൻസൊക്കെ വെയിറ്റിംഗ് ആണ് അടുത്ത മോഹൻലാലുമായിട്ടുള്ള പടം കൃഷാന്തിൻ്റെ വരാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഇതിന് മുന്നേ പുള്ളി പ്രൂവ് ചെയ്തതാണ്. ഇതായപ്പോൾ ഡബിൾ പ്രൂവ് ആക്കി. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെയാണ്, ഫുൾ പോസിറ്റീവാണ്. അപ്പം ഇത് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എന്തായാലും ഒരു എപ്പിസോഡ് കണ്ടു. ഇനി ബാക്കി 5 കണ്ടിട്ട് ഓരോന്നിനെ ഇതായിട്ട് ഇടാം. കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുൾ വീഡിയോ ആയിട്ടും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്, ഓൾറെഡി ഇപ്പം 2 ആഴ്ച ഇറങ്ങിയിട്ട്, അപ്പോൾ കണ്ടു തീർത്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ.